വായിക്കാൻ പോകുന്നത് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എന്ന വിശേഷണത്തെക്കുറിച്ചാണ്. ഈ പ്രാർത്ഥനയിലെ അടുത്ത വരി പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ചർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ വിശുദ്ധ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചതാണ്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉദരഫലമായ ഈശോ എന്നുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഉദരഫലം ഈശോ തന്നെയാണ്. ഈശോ എന്നുകൂടി കൂട്ടിച്ചേർത്തത് ഉർബൻ 4 മാർപ്പാപ്പയാണ്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നു, അബദ്ധമാർഗങ്ങളിൽ ചരിക്കുന്നവരെ തിരിച്ചറിയുവാനുള്ള മാർഗം അവരുടെ മറിയത്തോടുള്ള വെറുപ്പും നിസ്സംഗതയുമാണ്. അവർ വാക്കാലും പ്രവൃത്തിയാലും രഹസ്യമായും പരസ്യമായും ചിലപ്പോൾ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിച്ചും മറിയത്തോടുള്ള ഭക്ത്യാദരവുകൾ നശിപ്പിക്കുവാൻ യത്നിക്കുന്നു. പ്രോട്ടസ്റ്റന്റ് മതത്തിൽ നിന്നും കത്തോലിക്ക സഭയിലേക്ക് വന്ന പ്രധാനികളായ വ്യക്തികളിൽ ഒരാളാണ് ഫാദർ ടക്വൽ. സ്കൂളിൽ വെച്ച് സഹപാഠികൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് കേട്ടപ്പോൾ വളരെ ആകർഷമായി തോന്നിയതിനാൽ അവനും ആ ജപം ചൊല്ലുവാൻ തുടങ്ങി. എന്നാൽ പ്രോട്ടസ്റ്റന്റ് വിശ്വാസിയായ അമ്മ അവനെ വിലക്കുകയും ശാസിക്കുകയും ചെയ്തു. വേദപുസ്തകം മാത്രം വായിച്ചാൽ മതിയെന്നും കത്തോലിക്കരുടെ അന്ധവിശ്വാസത്തിൽ നിന്നും ഉണ്ടായതാണ് ഈ പ്രാർത്ഥനയെന്നും സാധാരണ സ്ത്രീയിൽ നിന്നും അവൾക്ക് എന്താണ് വ്യത്യാസമെന്നും അമ്മ ചോദിച്ചു. അമ്മയുടെ വാക്കുകേട്ട അവൻ ആ പ്രാർത്ഥന ഉപേക്ഷിച്ച് വേദപുസ്തകം മാത്രം വായിക്കുവാൻ തുടങ്ങി. ഒരിക്കൽ അവൻ ബൈബിൾ വായിക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിലെ ഏതാനും ഭാഗങ്ങൾ വായിക്കുവാനിടയായി. കർത്താവ് നിന്നോട് കൂടെ, തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും എന്ന വിശേഷവാക്യങ്ങളും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവന് സന്തോഷവുമായി. ഒരു ദിവസം അവൻ്റെ കുടുംബാംഗങ്ങൾ പരിശുദ്ധ മറിയത്തെ താഴ്ത്തി സംസാരിക്കുന്നത് അവൻ കേട്ടു. മാതാവിനെ പറ്റി അവനും അവരോട് തർക്കിച്ചു. വാദം നിർത്തിയപ്പോൾ അവൻ്റെ അമ്മ ഉത്കണ്ഠയോടെ പറഞ്ഞു, ഹോ എൻ്റെ ദൈവമേ, എൻ്റെ മകൻ കത്തോലിക്ക വിശ്വാസത്തിൽ ചേരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. വാസ്തവത്തിൽ അതുതന്നെ സംഭവിച്ചു. അവൻ കത്തോലിക്ക സഭയിൽ ചേരുക മാത്രമല്ല, സഭയിലെ ഒരു പുരോഹിതനായി തീർന്നു. ദൈവമാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയിൽ അഗാധ വിശ്വാസമർപ്പിച്ച അദ്ദേഹം പറയുന്നു, ഞാൻ എന്താകുന്നുവോ അതിന് ഞാൻ ദിവ്യനാഥനോട് കടപ്പെട്ടിരിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളെ മുഴുവനായി ആ നാഥയ്ക്ക് പ്രതിഷ്ഠിക്കുവിൻ. നന്മ നിറഞ്ഞ മറിയവും ജപമാലയും ചൊല്ലാത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേരവും ഉണ്ടാകരുത്. പുരോഹിതനായതിനു ശേഷം അദ്ദേഹം ഒരിക്കൽ തൻ്റെ സഹോദരിയെ കണ്ടു. കോപം പൂണ്ട് അവൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമല്ലോ. എങ്കിലും അവരിൽ ആരെങ്കിലും കത്തോലിക്ക സഭയിൽ ചേരുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയോ ജപമാല ചൊല്ലുവാൻ താല്പര്യം കാണിക്കുകയോ ചെയ്താൽ കഠാര കൊണ്ട് അവൻ്റെ ചങ്ക് ഞാൻ കുത്തിപ്പിളർക്കും. ഏതാനും മാസങ്ങൾക്ക് ശേഷം അവളുടെ കുഞ്ഞുങ്ങളിൽ ഒരാൾ രോഗബാധിതനായി. രോഗം മൂർച്ഛിച്ച് മരണത്തിൻ്റെ വക്കിലെത്തി. ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞു. അപ്പോൾ ആ പുരോഹിതൻ തൻ്റെ സഹോദരിയോട് സ്നേഹപൂർവ്വം ഇപ്രകാരം ഉപദേശിച്ചു, സഹോദരി, നിന്റെ കുഞ്ഞ് സുഖപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യുക. നന്മ നിറഞ്ഞ മറിയം എന്നോടൊത്ത് ചൊല്ലുക. ഈ പ്രാർത്ഥന വഴി അവൻ സുഖപ്പെട്ടാൽ കത്തോലിക്ക സഭയെപ്പറ്റി പഠിപ്പിക്കണമെന്നും സത്യം അവിടെയാണെന്നറിഞ്ഞാൽ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിൽ ചേരുമെന്നും വാഗ്ദാനം ചെയ്യുക. ഗത്യന്തരമില്ലാതെ അവൾ അത് സമ്മതിക്കുകയും നന്മ നിറഞ്ഞ മറിയം ചൊല്ലുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ദിവസത്തിൽ തന്നെ കുട്ടി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. അവൾ അവൻ്റെ വാഗ്ദാനം നിറവേറ്റി. കത്തോലിക്ക സഭയെ ആശ്ലേഷിച്ചു. നീ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എന്ന ഭാഗം പ്രാർത്ഥനയിൽ ചേർക്കപ്പെട്ടത് 12-ാം നൂറ്റാണ്ട് മുതലാണ്. AD 1188 വിശ്വാസപ്രമാണം, സ്വർഗസ്ഥനായ പിതാവേ എന്നീ പ്രാർത്ഥനകൾക്കൊപ്പം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചൊല്ലണമെന്ന് സഭ ഔദ്യോഗികമായി നിർദ്ദേശിച്ചു.